ഗൈസ് അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ലോകം. ഫേസ് വാഷ് ഉണ്ടായിരുന്നു, ഹിമാലയയുടെ ഫേസ് വാഷ്. അത് അവരെടുത്ത് കളഞ്ഞ സംഭവം. നമ്മളുള്ളത് ഇത് വലിയൊരു എസ്കുലേറ്റർ ട്രെയിനിട്ട് വലിപ്പിച്ച് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹെൽസിങ്കിയേക്കാളൊക്കെ ഭയങ്കര കിടിലൻ സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പാതാളത്തിൽ നിന്നും ഭൂമിയിലോട്ടേക്ക് ഗൈസ് എന്നെ ചതിച്ചു ഗൈസ്. മറ്റോടത്തൊക്കെ അത് അവൈലബിൾ ആയിരുന്നു, ഇവിടെ എന്താണെന്നറിയില്ല. ഹേയ് ഗൈസ്, ദിസ് ഇസ് ജിൻ ജാങ്കോ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സ്വീഡനിലോട്ടാണ്, സ്വീഡൻ്റെ സ്റ്റോക്ക്ഹോമിലോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി അവിടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് പോകുന്നത് പ്രാവശ്യം. എന്തായാലും റയനെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തി. ഇനിയിപ്പം ഇവിടുത്തെ ചെക്കിനും നമ്മൾ ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് റയനെയറിൻ്റെത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് സ്മോൾ ബാഗേജ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും അകത്തോട്ട് കയറണം. അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാനത് അകത്തോട്ടേക്ക് കയറുവാണ്. സോ ഗൈസ്, അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തെത്തി. ഇതവിടെ ഡ്യൂട്ടി ഫ്രീയും പരിപാടികളൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ എനിക്ക് ടൈം ഉണ്ട് ഏകദേശം അത്യാവശ്യം. ഞാൻ അപ്പോൾ 4:30 ആയിട്ടുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് 6:30-ക്കാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യം ഗേറ്റ് കണ്ടുപിടിക്കണം. ഗേറ്റ് ഏതാണെന്ന് കൺഫേം ആയോ എന്ന് എനിക്കറിയില്ല, അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ചുമ്മാ ടൈമുണ്ട്. എന്തായാലും ഒന്ന് പരിചയപ്പെടാൻ സ്ഥലമൊക്കെ ആയിട്ട്. അപ്പം റീഗ എയർപോർട്ട്, റീഗയിലുള്ളവർ കണ്ടിട്ടുണ്ടാവും, ലാറ്റ്വിയയിൽ വന്നുള്ളവർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കാണാത്തവർക്കായിട്ട് ഇതാ റീഗ എയർപോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് റീഗ എയർപോർട്ടിൻ്റെ അകംഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ട്രാവലേഴ്സൊക്കെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ സമ്മറാണല്ലോ. അപ്പോൾ യൂറോപ്യൻസ് ട്രാവൽ ചെയ്യുമ്പോൾ റീഗയിലോട്ടൊക്കെ വരും. പക്ഷേ പുറത്തുനിന്നുള്ള ട്രാവലേഴ്സൊന്നും അധികം വരില്ല. ഇപ്പം ചിലപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അധികം ഇപ്പം അറബ്സ് അങ്ങനെയൊക്കെ അത്യാവശ്യം വരുള്ളൂ. പക്ഷേ ഇപ്പോൾ തിരക്കുണ്ട്, കാരണം സമ്മർ സീസണാണ്. ഇപ്പോൾ ഒരു വിൻ്ററൊക്കെ ആകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവില്ല. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടുത്തെ മറ്റേ റയനെയറിൻ്റെ ബാഗ് വെച്ച് നോക്കുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് ബാഗ് നമ്മൾ 40 സെൻറ്റിമീറ്റർ ലെങ്ത്തും പിന്നെ ബ്രെഡ്ത്ത് ഒരു 30 സെൻറ്റിമീറ്ററും പിന്നെ അതുപോലെ തന്നെ തിക്നെസ് ഒരു 20 സെൻറ്റിമീറ്ററാണ് സംഭവം വേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ഞാൻ വെച്ച് നോക്കി, എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് മേടിച്ച ബാഗാണ് പുതിയതായിട്ട് സംഭവം ട്രാവൽ ചെയ്യാൻ വേണ്ടി. എൻ്റെ മറ്റേ ബാഗ് പൊട്ടിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോൾ കൊണ്ടുവന്ന ബാഗ്, ഞാൻ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗായിരുന്നു. അപ്പോൾ ഇത് മേടിച്ച് ഡൗട്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, അത് ഫിറ്റ് ആവുന്നുണ്ട് സംഭവം. അപ്പോൾ ഒരു സമാധാനമായി. ഇനിയിപ്പം സുഖമായിട്ട് ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ എയർപോർട്ട്, ഞാൻ ഇവിടുത്തെ എയർപോർട്ട് ആദ്യമായിട്ട് വരുന്നത് അന്ന് വന്ന് ഇറങ്ങിയ സമയത്താണ്. പിന്നെ ഞാൻ ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത് വേറെ രാജ്യത്തോട്ട്. ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിലും പുറത്തോട്ട് ഒരു രാജ്യത്തോട്ട് വേറെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഗൈസ്, സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, ഹിമാലയയുടെ ഫേസ് വാഷ്. അത് അവരെടുത്ത് കളഞ്ഞ സംഭവം. അതായത് 100 ml കൂടുതലും ഉള്ള ടൈപ്പ് സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. 150 ml ആയിരുന്നു എൻ്റെ ഫേസ് വാഷ്. അപ്പോൾ കളയട്ടെ, അവരൊന്ന് ചോദിച്ചിങ്ങോട്ട് കളയാണ് കേട്ടോ, അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരെ കളഞ്ഞൊന്നും പറഞ്ഞു സംഭവം. അങ്ങനെ ഫേസ് വാഷ് പോയി. ഞാൻ അടുത്ത തിരിച്ച് വന്നിട്ട് വേറെ ഫേസ് വാഷ് മേടിക്കണം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാ ഇവിടെ ഫ്ലൈറ്റൊക്കെ നിർത്തി അപ്പുറത്തിട്ടിട്ടുണ്ട്. കണ്ടോ, ആൾക്കാർ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എയർ ബാൾട്ടിക് എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റാണ്. ഇവിടുത്തെ ബാൾട്ടിക് രാജ്യങ്ങളിലോട്ടൊക്കെ ഉള്ള മെയിൻ ഫ്ലൈറ്റ്. ഇവിടുന്ന് ഇപ്പോൾ ദുബായിലോട്ടൊക്കെ ഉണ്ട് ആ ഫ്ലൈറ്റ്, എയർ ബാൾട്ടിക്. അപ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്. അതും മെയിൻലി ആ ഫ്ലൈറ്റും പിന്നെ റയനെയറും ഒക്കെയാണ്. പിന്നെ ലുഫ്താൻസിയ, അതൊക്കെയാണ് ഈ എയർപോർട്ടിൻ്റെ മെയിൻ കണക്ട് ചെയ്യുന്നത്. കാരണം പിന്നെ ടർക്കിഷ് എയർലൈനുണ്ട്. ടർക്കിഷാണ് ഇവിടുത്തെ ഒരു വലിയൊരു എയർലൈൻ. അതായത് ഇത്രയും ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു എയർലൈന് ടർക്കിഷ് എയർലൈനാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഉണ്ട്. അതാണ് ഇവിടെ നിന്നുള്ള ഒരു ബിഗ്ഗസ്റ്റ് എയർലൈൻ എന്ന് പറയാം. ഇതേ കിടക്കുന്നതാണ് എയർ ബാൾട്ടിക്കിൻ്റെ ഒരു ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഈ പുറകിലുള്ള ഭാഗത്താണ് എൻ്റെ ബോർഡിംഗ് ഗേറ്റ്. അതായത് B5 ആണ് ബോർഡിംഗ് ഗേറ്റ്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോടെ ഇരിക്കുക. എന്തായാലും ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ 6:30-ക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഇത് സ്റ്റോക്ക്ഹോമിലെത്തുന്നതും 6:30-ക്ക് തന്നെയാണ്. കറക്റ്റ് വൈകുന്നേരം 6:30-ക്ക് തന്നെയാണ്. സംഭവം 1 മണിക്കൂർ ഡിഫറൻസാണ്. ലാറ്റ്വിയ 1 മണിക്കൂർ മുമ്പിലാണ് സ്റ്റോക്ക്ഹോമിൻ്റെ. അപ്പോൾ രണ്ടും ഒരേ സമയത്താണ് എത്തുന്നത്. ഇവിടെ സമയം ലിറ്ററലി പോകുന്നതില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതവിടെ നല്ല നീണ്ട വരിയാണ് സംഭവം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ ഇത് കഴിഞ്ഞ് ബോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുവാണ് സംഭവം. താഴെ എനിക്കൊന്ന് ഇറങ്ങി കയറേണ്ടി വരും. മറ്റേ
ഇത് കണക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത്. ബഡ്ജറ്റ് എയർലൈൻസ് അല്ലേ, അങ്ങനെയായിരിക്കും. എന്തായാലും നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ടേക്ക് കയറട്ടെ. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കയറി പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് അതാ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് പയ്യെ കയറട്ടെ. എല്ലാവരും വരി നിൽക്കുന്നുണ്ട്. പയ്യെ കയറാം ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റോക്ക്ഹോമിലെത്തി. എനിക്ക് ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ബഡ്ജറ്റ് എയർലൈൻസ് അല്ലേ, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. സീറ്റൊക്കെ ഭയങ്കര ചെറുതായിരുന്നു, തൊട്ടടുത്ത ആൾക്കാർ ഇരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കുഴപ്പമില്ല, തിരിച്ചു പോകുമ്പോൾ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കാണിക്കും. കാരണം ആദ്യമായിട്ട് ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നത്. നോർമൽ മറ്റേ ഫ്ലൈറ്റിലേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു സീറ്റ്. മറ്റേ എയർ ഹോസ്റ്റസിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു പരിപാടി. പക്ഷെ കുഴപ്പമില്ല, ഈ പ്രൈസിന് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും അധികം നോക്കുന്നില്ല. സോ ഞാനിവിടെ അർലാൻഡ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. സ്റ്റോക്ക്ഹോമിലുള്ള ഈ കാണുന്നതാണ് എയർപോർട്ട് സംഭവം. ഇത് വലിയ എയർപോർട്ടായി, കാരണം ഞാൻ ഈ എയർപോർട്ടിൽ മുമ്പ് വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതായത് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്, വരുന്ന സമയത്ത് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ ഇനി നോക്കട്ടെ, ഇനി ഇവിടുന്ന് എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിക്കണം. പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചിട്ട് പിന്നെ ആദ്യം ബസ് പിടിച്ചിട്ട് SL എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ഞാനൊരു സിംഗിൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടുത്തെ 42 ക്രോൺ ഓർങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ട്രെയിൻ കയറിയിട്ട് വേണം സ്റ്റോക്ക്ഹോമിലോട്ട് സിറ്റിയിലോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് എക്സ്പ്രസ് ഉണ്ട്, അത് പക്ഷേ ഇച്ചിരി റേറ്റാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അർലാൻഡ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഞാനത് പിടിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരാം ഗൈസ്. ഞാനിങ്ങനെ പുറത്തെത്തി നടക്കുവാണ് അങ്ങോട്ടേക്ക്, ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പും തപ്പിക്കൊണ്ട് 583 ബസ് നമ്പർ 583 നമുക്ക് എടുക്കേണ്ടത്. ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ് എന്നെ ചതിച്ചു ഗൈസ്, AI എന്നെ ചതിച്ചു. ക്ലൗഡ് AI എന്നോട് ചോദിച്ചത്. അപ്പോൾ എന്നെ കൊണ്ട് ടെർമിനൽ 5 അവിടെയുള്ള ഇതിൽ കൊണ്ടുപോയിട്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ. പക്ഷേ അവിടെ അല്ല, ടെർമിനൽ 5 എന്നെ വിട്ടത്. പക്ഷേ 4 ആക്ച്വലി വരുന്നത്. അപ്പം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ക്ലോഡിനോടൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. ഒരു ഇതിനെക്കുറിച്ച് വലിയ പ്രാവീണ്യമൊന്നും ഇല്ലാത്ത ഒരു AI ആണ്. മര്യാദയ്ക്ക് ജെമിനയോട് ചോദിക്കാൻ മതിയായിരുന്നു. കുഴപ്പമില്ല, ഇനിയിപ്പം ബസ് സ്റ്റോപ്പിലോട്ട് നടക്കട്ടെ. ടെർമിനൽ 4 സ്കൈ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ടെർമിനലിലാണ് നമ്മുടെ മറ്റേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് വരുന്നത്. നോക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ സ്കൈ സിറ്റി ബസ് സ്റ്റേഷൻ എത്തി. ഇവിടെയാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ബസ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് SL കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. സിംഗിൾ ടിക്കറ്റ് എടുക്കാമെന്ന് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ഗൈസ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിലോട്ട് കയറുവാണ് നമ്മൾ. എന്തായാലും അപ്പോൾ ഗൈസ് ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി. ഈ ബസ് നേരെ ഒരു സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം മാർസ്റ്റ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് സ്റ്റോക്ക്ഹോം സിറ്റി സെൻറ്ററിലോട്ടുള്ള ട്രെയിൻ ഡയറക്റ്റ് ഇവിടെ നിന്നാണുള്ളത്. നമ്മൾ അവിടെ നിന്നില്ല, നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്നും ഡയറക്റ്റ് ബസ്സുണ്ട് സ്റ്റോക്ക്ഹോമിലോട്ട്. പക്ഷേ അത് മിഡ് നൈറ്റ് വരുന്ന പാസഞ്ചേഴ്സിന് അവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഡേ ടൈമിൽ ഇങ്ങനെ പോകണം നമ്മളിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ സർവീസ് ഇപ്പം നമ്മുടെ ഫ്ലിക്സ് ബസ് അതുപോലെ തന്നെ വേറെ ടൈപ്പ് ബസ്സൊക്കെ ഉണ്ട്, അതിലൊക്കെ ചെയ്യാം. അല്ലാതെ ഇപ്പം കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതാണ് ഒരു മാർഗം. സോ ഇതാ കാണുന്നതാണ് മാസ്റ്റ ട്രെയിൻ സ്റ്റേഷൻ. ഒരു ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യാണ്. അപ്പോൾ ഈ വാതിൽ തുറന്ന് ഇങ്ങനെയാണ് പരിപാടികൾ. നമ്മളിതിൻ്റെ അകത്ത് എത്തി, സ്റ്റേഷൻ്റെ അകത്ത്. സോ ഗൈസ് ഇതിൻ്റെ പുറകിലായിട്ടൊരു ട്രെയിൻ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ട്രെയിനാണ് സ്റ്റോക്ക്ഹോമിലോട്ട് പോകുന്നത്, നമ്മുടെ ട്രെയിന്. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. എല്ലാവരും ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പുറകെ വെച്ച് ഞാൻ നടന്നു. അപ്പോൾ ഇവിടെ എത്തി, നോക്കാം. ഗൈസ് ഇതാണ് ട്രെയിനിൻ്റെ അകത്ത് ഉള്ള കാഴ്ചകൾ.
ഇത് എങ്ങോട്ടോ പോകുന്ന ട്രെയിനാണ്. ബട്ട് സ്റ്റോക്ക്ഹോം സിറ്റി വഴിയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിലെവിടെയെങ്കിലും ഇരിക്കാം, കുറച്ച് ഉയരത്തുള്ള സ്ഥലത്ത് ഇരിക്കാം. ബസ്സിൽ താഴ്ന്ന സ്ഥലത്തായിരുന്നു. നമുക്ക് കുറച്ചൊരു കാഴ്ചകളാണ് എളുപ്പമാണ്. ഇപ്പോൾ ഗൈസ് ഞാൻ ഇതിനകത്ത് ഇരിക്കുവാണ്. സംഭവം അതിപ്പോൾ എടുക്കുന്നറിയില്ല, 10 മിനിറ്റിൽ എടുക്കുമെന്നായിരുന്നു സംഭവം കാണിച്ചത്. ഇച്ചിരി നേരം ഇരിക്കുന്നത്, ചിലപ്പോൾ ഇപ്പോൾ എടുക്കുമായിരിക്കും. ആൾക്കാർ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ഇത് മണിക്കൂറിലൊക്കെ വരണമുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നോക്കി ആൾക്കാരൊക്കെ കയറ്റിയിട്ട് പയ്യെ പോകുള്ളൂ. ഇത് കൊള്ളാം. ഇവിടെ നമ്മുടെ റീക്കയിൽ നമ്മൾ ട്രെയിൻ കയറി പോകണമെങ്കിൽ ഓരോ ട്രെയിനിന് ഈച്ച് ടിക്കറ്റ് എടുക്കണം, നമ്മൾ നാട്ടിലേക്ക് എടുക്കുന്ന പോലെ. പക്ഷേ ഇവിടെ നമുക്ക് SL എന്ന് പറഞ്ഞ ആപ്പിൽ ആ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ട്രെയിനിലും പോകാൻ പറ്റുന്നുണ്ട്. റീക്കയിലും കൂടെ അങ്ങനെ ആക്കിയിട്ട് നല്ലതായിരുന്നു. ട്രെയിനിൽ ഞാൻ പോകുന്നില്ല നമ്മൾ, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എനിക്കൊന്നും എടുക്കുന്നു തോന്നുന്നു, എന്തൊക്കെയോ വെച്ച് പറയുന്നുണ്ട്. ഗായ്സ് അങ്ങനെ ഞാൻ അറ്റ് ലാസ്റ്റ് ഇവിടെ സ്റ്റോക്ക്ഹോം സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, നല്ല കിടിലൻ സ്റ്റേഷനിലാണ് സംഭവം. നല്ലൊരു മോഡേൺ സെറ്റപ്പാണ് ഇവിടുത്തെ സംഭവം. ട്രെയിൻ പോകുന്നതുണ്ടോ, അതിനൊരു ഡോറൊക്കെ ഉണ്ട് ട്രെയിൻ പോകുന്നതിൻ്റെ അപ്പുറത്തേക്കായിട്ട്. ആരോ അങ്ങോട്ട് വീണ് പോകാതെ നിൽക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു സംഭവം തന്നെ. പക്ഷേ ട്രെയിനിട്ട് വലിപ്പിച്ച് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്ര ഒരു 1/2-3 മണിക്കൂർ ചുമ്മാ ഇരുന്ന് സംഭവം വണ്ടി എടുത്തില്ല. ഞാൻ നോക്കുമ്പോൾ എന്താ ബോർഡിൽ സ്വീഡിഷിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷനൊക്കെ നോക്കിയപ്പോൾ ഇതെന്താ ഇവിടെ പണി നടക്കുന്നുള്ള സംഭവമൊക്കെ കാണിച്ചത്. ഇതേ സംഭവം തന്നെ ഞാൻ മറ്റേ സുജിത് ഭക്തൻ്റെ വീഡിയോയിൽ പുള്ളി സ്വീഡനിൽ നിന്നും എങ്ങോട്ടോ ട്രെയിനിൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പിടിച്ചിട്ടിട്ട് യാതൊരു ഇതില്ലാതെ അങ്ങനെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് സ്ഥിരം പരിപാടിയാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെത്. ഇച്ചിരി ശോകമാണ്. പക്ഷേ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ടൈമിങ്ങിലും കാര്യങ്ങളൊക്കെ എപ്പോഴും പണി വരുത്തും പരിപാടിയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പുറത്താണ് എൻ്റെ പുറത്തെങ്ങാണ്ട് കുറച്ചൊരു 5 മിനിറ്റ് നടക്കാനാണ് പറഞ്ഞത് എൻ്റെ ഹോസ്റ്റലിൽ. അപ്പോൾ ആദ്യം പോയി ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം എന്നുള്ളൊരു പ്ലാനാണ്. എന്തായാലും ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. ഇതൊരു അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ സംഭവം. നമ്മളുള്ളത് ഇത് വലിയൊരു എസ്കുലേറ്റർ, മുകളിലോട്ട് പോകുന്നൊരു എസ്കുലേറ്റർ ഉണ്ടോ. നല്ലൊരു ആഴത്തിലോട്ടേക്കുള്ള സംഭവമാണ്. എന്തായാലും കൊള്ളാം ഈ സ്റ്റേഷൻ. ഒരു ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് ഒരു തുരങ്കത്തിലൂടെയൊക്കെ വരുന്നൊരു സെറ്റപ്പ് എനിക്ക് തോന്നിയായിരുന്നു അങ്ങോട്ട്. കൊള്ളാം സംഭവം. അങ്ങനെയൊക്കെ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ. അപ്പം ഇതാണ് മുകളിലെത്തിയിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ. പുറത്തോട്ട് ഇറങ്ങിയിട്ട് സെറ്റപ്പ് കണ്ടുപിടിക്കട്ടെ എങ്ങനെയാണ്, എവിടെയാണ് എൻ്റെ റൂമെന്നൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പുറത്തോട്ടുള്ള വഴി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഒരു ഇത് ഒടുക്കത്തെ ഗുഹയിലാട്ടോ സംഭവം. പിന്നെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇത് കണ്ടോ, ഇത് വേറെ ലെവൽ. ഇത് ഏതൊരു അണ്ടർഗ്രൗണ്ടിലാണ് സംഭവം പരിപാടി നടക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇനി മുകളിലോട്ട് പാതാളത്തിൽ നിന്നും ഭൂമിയിലോട്ടേക്ക് കയറുവാണ് സംഭവം, മുകളിൽ ലെയറിലോട്ട്. ഗായ്സ് അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങോട്ട് മുകളിലോട്ട് വന്ന് പുറത്ത് വന്നപ്പോൾ വേറൊരു ലോകം മൊത്തത്തിൽ. ഇത് കണ്ടോ, മൊത്തത്തിൽ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ. ഇതെനിക്ക് തോന്നുന്നത് ഒരു സബ്വേ പോലെ സെറ്റപ്പോ എന്തോ പരിപാടിയാണ്. എന്തായാലും കൊള്ളാം. നല്ല തിരക്കിട്ട്, കാരണം സ്റ്റോക്ക്ഹോം സിറ്റിയാണ്, സ്വീഡൻ്റെ തലസ്ഥാനമാണ്. എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകണ സമയം തോന്നുന്നുണ്ട്. ഇപ്പം ടൈം ഏകദേശം ഒരു 9:30-10 മണിയാവുന്നത്. ആ ടൈമിൽ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്ന. പിന്നെ ഒന്നാമത് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ഇന്ന് അടിച്ചുപൊളിയുടെ ദിവസമായിരിക്കും. അടിച്ചു പൊളിക്കാൻ പോകുന്നതായിരിക്കും, അടിച്ചു പൊളിക്കാൻ വരുന്നവരുണ്ടാവും സിറ്റിയിലോട്ട്. അങ്ങനെ പലതും ഉണ്ട് ഗായ്സ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ലോകം. ഇത് പല ടൈപ്പുള്ളൊരു സെറ്റപ്പ്. അതായത് ഓരോ ലെയർ കയറി വരുമ്പോൾ ഓരോരോ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഒരു രാജകീയ പ്രൗഢി വരുന്നൊരു സെറ്റപ്പൊക്കെ കണ്ടോ. ഒരു രാജകീയമായിട്ടൊരു കൊട്ടാരത്തിൻ്റെ, പഴയൊരു കൊട്ടാരത്തിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു സെറ്റപ്പ് പോലെയാണ് നമുക്ക് കാണുന്നത്. മെക്ഡോണൽഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അപ്പുറത്ത് യദുവിൻ്റെ സ്റ്റാർബക്സ് ഉണ്ട്. അങ്ങനെ പല പല സംഭവം. ഇനി ഇതിന് പുറത്തോട്ട് പോകുന്നൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. പുറത്തോട്ട് വേ ഔട്ട് എന്ന് കാണുന്നുണ്ട്. എന്നാലും പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് സ്റ്റോക്ക്ഹോം സിറ്റിയിലോട്ട് കടക്കാൻ പോവാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം റയനെയറും കയറി, അതുപോലെ തന്നെ ട്രെയിനൊക്കെ കയറി സ്റ്റോക്ക്ഹോം സിറ്റി എത്തിയിരിക്കുകയാണ് ഞാൻ. നല്ല കിടിലൻ സിറ്റി കേട്ടോ. ഫിൻലാൻഡിനെക്കാളിയൊക്കെ, അതായത് ഹെൽസിങ്കിയെക്കാളിയൊക്കെ
ഭയങ്കര കിടിലൻ സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഞാൻ ഏതൊരു വീഡിയോസിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇതൊരു വേറെ ലെവൽ സിറ്റിയാണ്. കമ്പയറിങ് ടു ഹെൽസിങ്കിയേക്കാൾ കുറച്ചുകൂടി നല്ലൊരു സിറ്റിയാണ് സ്റ്റോക്ക്ഹോം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. വന്നിറങ്ങി കണ്ടപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. എന്തായാലും ഇനി എൻ്റെ ഹോസ്റ്റൽ കണ്ടുപിടിക്കണം, ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യണം. ഏതോ ഒരു ഗുദാമിലെ ഹോസ്റ്റലാണ്, വേറൊരു ഹോസ്റ്റലൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി പൈസ കുറവുള്ളത് മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി തന്നെ കൊടുക്കത്തെ റേറ്റ്. അതായത് എന്തോ ഒന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ ഭയങ്കര സീസണാണെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര റേറ്റ് കയറ്റിയിട്ടേക്കുന്നത് ഹോസ്റ്റലിൽ ബെഡിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഹോട്ടൽ റൂംസും ഉള്ളൂ, ഹോസ്റ്റൽസ് ഒന്നും അവൈലബിൾ അല്ല. അങ്ങനെ അപ്പോൾ ഭയങ്കര ബാഡ് റിവ്യൂ ആണ് ഈ ഹോസ്റ്റലിൽ. ഞാൻ ഹോസ്റ്റലിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ട് അറിയാം എന്താ അവസ്ഥ എന്ന്. പോയി നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഭാഗം, സെൻട്രൽ സ്റ്റേഷൻ എഴുതിയേക്കുന്നത്. നല്ല കിടിലം കെട്ടിടം. ആരോ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. വേറത് നീൽസ് എറിക്സൺ, ആരാന്നറിയില്ല, നോക്കണം. വല്ല സയൻറ്റിസ്റ്റ് വല്ലതാണോ? പേര് കേട്ടിട്ടൊരു സയൻറ്റിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല, നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ ശില്പിയാണ്, അങ്ങനെന്തോ ആയിരിക്കും. സോ ഗൈസ്, അപ്പോൾ റൂമിലെത്തി. ഒരു 4 ബെഡ്റൂമുള്ള റൂമാണ്, ചെറിയ ബെഡ്റൂമാണ് സംഭവം. പിന്നെ ഇതുള്ള അവൈലബിൾ ആയിട്ട് കണ്ടോ, 4 ബെഡിൽ ആരും ഇല്ല ഇപ്പോൾ ഇവിടെ. പുറത്തോട്ട് പോയവരൊക്കെ ഇപ്പോൾ തിരിച്ച് വരുമായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അതിപ്പം വേറെ ഓപ്ഷനില്ല, വേറെ കിട്ടാനില്ല. ഭയങ്കര റഷുള്ള ഒരു ടൈമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എടുത്ത് പിന്നെ മറ്റേ ബെഡ്ഷീറ്റിന് എത്ര 70 ക്രോണോർ, സ്വീഡിഷ് ക്രോണോർ, അതായത് 7 യൂറോ, നാട്ടിലെ 700 രൂപ കൊടുക്കേണ്ടി വന്നു. മറ്റിടത്തൊക്കെ അത് അവൈലബിൾ ആയിരുന്നു, ഇവിടെ എന്താണെന്നറിയില്ല. പോട്ടെ. എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ സഹജം ബേബി, അങ്ങനല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് സെറ്റായിട്ട് ഒന്നുകൂടെ പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിക്കുന്നത് ഞാൻ. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്, റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ കൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഒരു ചെറിയ 2 സ്നാക്സ് മേടിച്ച്. കൂപ്പിൻ്റെ ഒരു ചെറിയ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സെറ്റപ്പാണ് കൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ഒരു മെയിൻ സൂപ്പർ മാർക്കറ്റ് ചെയിനാണെന്ന് തോന്നുന്നത്, ഞാൻ കാണിച്ചില്ല. പിന്നെ അത് പെട്ടെന്ന് ഞാൻ കയറി മേടിച്ചിങ്ങ് ഇറങ്ങി. നാളെ വേറെ ഏതെങ്കിലും കൂപ്പ് കാണാമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഈ സംഭവം കൂപ്പ്, ഞാൻ ഇതാബർഫോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിറ്റ്നസ് കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ട്, സ്വീഡിഷുകാരിയാണ്. ഇപ്പോൾ US സെറ്റിൽഡ്. അപ്പോൾ അവർ എന്തോ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ കൂപ്പ് എന്ന് പറഞ്ഞിട്ട് കയറുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഓക്കെ, കൂപ്പ് ഇവിടുത്തെ ഒരു മെയിൻ ചെയിനാണെന്നുള്ള മനസ്സിലായി. അതുപോലെ വേറെ ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് ഇവിടെ. എന്തായാലും ഇന്നൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, സംഭവം മൊത്തം ടയേർഡായി. മൊത്തത്തിൽ ഫുഡൊന്നും ഇങ്ങനെ കഴിച്ചില്ല. ഇപ്പോൾ ഇനിയിപ്പം ഒന്ന് ഓക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഇപ്പം മക്ഡൊണാൾഡ്സിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇന്ന് ഇവിടുത്തെ ഒതൻറ്റിക് കഴിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ സ്ഥലം കണ്ടിട്ട് പിന്നെ അവിടുത്തെ ഒതൻറ്റിക് ഫുഡ് പോയി കഴിക്കണം. അപ്പോഴൊരു ആ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, നാളെ ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റ് ഉണ്ട്, ഇവിടുത്തെ ഒരു മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ഒതൻറ്റിക് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്യാം. പിന്നെ നൈറ്റ് നല്ലൊരു ഒതൻറ്റിക് ഫുഡ് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എങ്ങനെയാണെന്ന് സംഭവം. ഇന്നിങ്ങനെ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാം. ടൗണിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സംഭവം സമയം ഇപ്പം 11 മണിയാവുന്നു. പക്ഷെ എന്നാലും ഒരു ലൈവാണ്. സിറ്റി നല്ല രസമുണ്ട് സംഭവം. ഇങ്ങനെ ഇവിടെ സീറ്റൊക്കെ ഉണ്ട്. ഞാനിത് അവിടെ ഇങ്ങനെ സീറ്റിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ അവസാനം മക്ഡൊണാൾഡ്സ് തന്നെ ഒന്ന് മക്ഡൊണാൾഡ്സിൽ എന്തെങ്കിലും അടിക്കാം, നാളെ എന്തെങ്കിലും ഒതൻറ്റിക് അടിക്കുക എന്നുള്ള പ്ലാനിൽ. ഇവിടുത്തെ നല്ല വലിയ മക്ഡൊണാൾഡ്സ് ആണ്. പിന്നെ പ്രൈസും ഓക്കെയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റേ ടേബിൾ സർവീസൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടക്കാനിരിക്കും. ഗൈസ്, എൻ്റെ ഫുഡ് എത്തി. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം, ഞാൻ അന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോവാണ്, ഒന്ന് ഫ്രഷ് ആവണം, കിടക്കണം, അതാണ് പരിപാടി. അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പം വേറെ ഇപ്പോൾ പുറത്തൊന്നും പോകാനൊന്നും വേറെ എനർജി ഇല്ല. അപ്പോൾ അടുത്ത് ഇവിടെ ഓൾഡ് ടൗൺ ഒക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് പോകാനുള്ള എനർജി ഒന്നുമില്ല. ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ നാളാണ് മൊത്തം പരിപാടികൾ. അപ്പോൾ ബാക്കിയുള്ള മൊത്തം അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി ഞെക്കിയേക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.